ഒരു ലോക്കൽ ആമ്പിൻ്റെ കംപ്ലയിൻറ്റ് നോക്കിയാലോ. അവർ ഇതേമാതിരി ആമ്പൊന്നും വാങ്ങി പെടണ്ട കേട്ടോ. ഇത് വാങ്ങിയിട്ട് അവർ പറഞ്ഞത് ഒരു മാസമായിട്ടുള്ളൂ. പക്ഷേ ഇത് ഒരു മാസം എന്നല്ല തോന്നുന്നുണ്ട്. ഇതിൻ്റെ കേസിൻ്റെ ഇതൊക്കെ കൂടി കണ്ടിട്ട് ചിലരങ്ങനെ പറയാ, ഇന്നലെ വാങ്ങിയെന്നൊക്കെ പറയാം, നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ സബ് സെക്ഷനിൽ 2030 2 IC പോയി. പിന്നെ ഈ 47 2 വാട്ടിൽ 4 റെസിസ്റ്റൻസ്, അതിൽ 2 റെസിസ്റ്റൻസ് മൊത്തത്തിൽ കരിഞ്ഞു പോയി. അപ്പോൾ അത് മാറ്റി ഇട്ടിട്ടുണ്ട്. 2 IC വേറെ ഇട്ട് ഇവിടെയാണ് റെസിസ്റ്റൻസ് പുകഞ്ഞു പോയത്. PCBൻ്റെ ഒക്കെ കോലം കൊണ്ട് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. ഇപ്പുറത്തെ കളറും മാറി 2 റെസിസ്റ്റൻസ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നെ ഇതിൻ്റെ പോയത് ഈ മൊഡ്യൂളും പോയി. അപ്പോൾ ഈ മൊഡ്യൂളും പോകാനുള്ള കാരണം 7805 ഓവർ ഹീറ്റായിട്ട് അതൊക്കെ കൂടി പോയി കിട്ടി ഇപ്പം എന്തായാലും. അപ്പോൾ ഇതൊക്കെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഹീറ്റ് സിങ്ക്, അതിനുള്ളിലൊരു കൂളിംഗ് ഫാനോ കാര്യങ്ങളോ ഒന്നുമില്ല. 2030 TDI 2030 അത്യാവശ്യം നല്ല രീതിയിൽ ഹീറ്റ് ആവണതാണ്. അപ്പോൾ പിന്നെ അയച്ചു നോക്കുമ്പോൾ അതിലൊരു തുള്ളി പോലും തെർമൽ പേസ്റ്റ് പോലും ഇല്ല. വെറുതെ IC മേക്കപ്പ് ഷീറ്റ് ഇട്ടിട്ട് അവിടെ വെച്ചുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ആമ്പൊന്നും വാങ്ങിയിട്ട് ആരും പെടാൻ നിൽക്കണ്ട. അപ്പോൾ അതേതായാലും IC മാറ്റിയിട്ട് ഞാൻ ആ പോയ ചാനൽ ഓണാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. ഓണാണ്. ഇതേപോലെ ചെറിയ ഊഫറിന് കൊടുത്തിട്ടുണ്ട്. ഇച്ചിവിടെ ഓണാക്കി ഉണ്ടോ. അപ്പോൾ ആ ചാനൽ ആ പോയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് വേറെ ഒന്നുമല്ല, ആരും ഇങ്ങനത്തെ ഒന്ന് ഈ ലോക്കൽ സാധനം വാങ്ങിയിട്ട് പെടണ്ട കേട്ടോ. 3500 കൂടെ ഒരു 1000 കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെ 2.1 ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈ ട്രാൻസ്ഫോമർ അതും അലുമിനിയം വൈൻഡിങ് അതുണ്ട്. ഞാനിവിടെ വരുത്തി നോക്കുമ്പോൾ കണ്ടോ അലുമിനിയാണ്. അപ്പോൾ ഇത് ഒരു 5 ആമ്പിയർ ട്രാൻസ്ഫോമർ ആണ്. പക്ഷേ എൻ്റെ നോട്ടത്തിൽ ഇത് 5 ഒന്നുമില്ല. കോർ തിക്നെസ് ആകെ 1 ഇഞ്ചേ ഉള്ളൂ. അങ്ങനെ 2 ആമ്പിയർ 3 മാക്സിമം ഒരു 3 ആമ്പിയർ കൂട്ടിയാൽ മതി. 3 ആമ്പിയർ ആകുമ്പോൾ അലുമിനിയം വൈൻഡിങ് ആകുമ്പോൾ അത് നോക്കണ്ട, ഓവർ ഹീറ്റ് അടിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇതെങ്ങനെയും നന്നായി കൊണ്ടാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഞാൻ പഴയ ബോർഡിൽ നിന്ന് ഒരു 2030 പഴയ ബോർഡിൽ നിന്ന് 2 IC എടുത്തിട്ടിട്ടുണ്ട്. ഇത് ഈ പഴയ IC എടുത്തിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ IC ആകുമ്പോൾ OG IC കിട്ടും. അപ്പോൾ സബ് സെക്ഷനിലേക്ക് 2030 പകരം ഇതിലുണ്ടായിരുന്ന 2050 ആയിരുന്നു 2 അതെടുത്ത് പറിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വാട്ട്സ് കൂടുതൽ കിട്ടും. പിന്നെ ഈ ഓട പൈപ്പിന് പകരം ഇതിന് പകരം ഈ IC ഇട്ട് കൊടുക്കുക. ഏതായാലും പിന്നെ പറയാനുള്ളത്, ഇങ്ങനത്തെ സാധനം വാങ്ങിയിട്ടാരും പെടണ്ട കേട്ടോ. ഈ അസംബിൾ ചെയ്തത് ആരെങ്കിലും നല്ല അറിയണവരുണ്ടെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യണവരുണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് ചെയ്യിക്കുക. 3500 കൊടുത്ത് 4500 കൊടുത്ത് ഇതിപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഇതിങ്ങനെ ഒന്ന് മേക്ക് ചെയ്തെടുക്കാൻ ഒരു 10 എണ്ണമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് നമുക്ക് ഉണ്ടാക്കാൻ 1500 രൂപ ചിലവ് വരുള്ളൂ. ഇത്ര ലോ ക്വാളിറ്റിയിൽ PCB ഒന്നും അത്ര സുഖം പോരാ, പക്ക ലോക്കലായിട്ട്. എന്തോ ഭാഗ്യത്തിന് ഈ 2 ചാനൽ പോയില്ല. അപ്പോൾ ഓക്കെ, മൊഡ്യൂളും സാധനങ്ങളൊക്കെ മാറ്റി വരുമ്പോൾ ഏകദേശം കണക്കായി ഇതൊക്കെ കൂടി. ഇപ്പോൾ ഒരു പുതിയൊരു ആമ്പ് ഉണ്ടാക്കേണ്ടിരുന്നത്. ശരി, നടത്തി വിട്ടിട്ട് കാണാം.